റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ്. സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഡിക്കെയർ ഫാർമസിയിൽ മരുന്നിന് വില ഈടാക്കുന്നത് തോന്നിയ പോലെയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രി കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന 2 മെഡിക്കെയർ ഫാർമസിയിൽ ഒരേ മരുന്ന് വാങ്ങാൻ 20 രൂപ മുതൽ 100 രൂപ വരെയാണ് വില വ്യത്യാസമുള്ളത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ മെഡിക്കെയറിൽ നെബുലൈസർ മാസ്കിന് 100 രൂപ ഈടാക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കെയറിൽ നെബുലൈസർ മാസ്കിന്റെ വില 120 രൂപയാണ്. ചിറ്റൂരിലെ മെഡിക്കെയർ ഫാർമസിയിൽ ഒരു നെബുലൈസർ മാസ്കിന് ഈടാക്കുന്നത് 149 രൂപയും. പാരാസെറ്റമോൾ, ഓക്സിജൻ മാസ്ക് എന്നിവയും വലിയ വില വ്യത്യാസത്തിലാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് പെങ്ങളുടെ കുട്ടിക്കൊന്ന് ആവശ്യം ഉണ്ടായിരുന്നു നെബുലൈസർ മാസ്ക്. അപ്പോൾ ഞാൻ താഴത്തെ മെഡിക്കൽ സ്റ്റോറിൽ അവിടെ നിന്ന് വാങ്ങി, അനിയൻ വേറെ അവിടെ നിന്ന് മേലത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു. നോക്കുമ്പോൾ രണ്ടും 10-20 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. മെഡിക്കെയർ മേലത്തെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മെയിൻ്റെ അവിടെ നിന്ന് 120 രൂപയായിരുന്നു. രണ്ടും മെഡിക്കെയറായിരുന്നു. താഴെ കുട്ടികളുടെ അവിടെ 100 രൂപയായിരുന്നു, അവിടെ 120 രൂപയാണ്. അപ്പോൾ അങ്ങനെ അതൊന്ന് തിരിച്ചു കൊടുത്തു അതിനെ. അപ്പോഴാണ് വില വ്യത്യാസം അറിഞ്ഞത്. രണ്ടും ഒരേ കടയുള്ളത് ഒരേ സാധനത്തിന് 2 വില. ഇങ്ങനെയാകുമ്പോൾ പല മരുന്നുകളും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക്, രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത്. മെഡിക്കെയറിലെ ജീവനക്കാർ അവർക്ക് ഓഫറുകൾ നൽകുന്ന, അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന ഏജൻസികളുടെയും കമ്പനികളുടെയും മരുന്നുകളാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അതുമൂലമാണ് ഈ വിലയിലെ വലിയൊരു വ്യതിയാനം വരുന്നത്. അത് രോഗികളുടെ മേലൊരു ഭാരമായി മാറുകയാണ്. അപ്പോൾ ഇത് ഏകീകരിക്കാനുള്ള നടപടിയാണ് അടിയന്തരമായി കൈക്കൊള്ളേണ്ടത്. ഈ വിഷയം ഉന്നയിച്ച് അടുത്ത HMC യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കും. ന്യായവിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കാനുള്ള ഒരു സൗകര്യം മെഡിക്കെയറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ആവശ്യം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. തോന്നുംപടി എങ്ങനെയാണ് ഓരോ ഇടത്തും വില ഈടാക്കാൻ കഴിയുക? ഇതിനൊരു ഏകീകരിച്ച രൂപം ഉണ്ടാകണമല്ലോ. സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ മെഡിക്കെയർ ഫാർമസിയൊക്കെ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കുറഞ്ഞ വിലയിൽ മരുന്ന് ലഭിക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ മെഡിക്കെയർ ഫാർമസികൾ. ഓരോ ജില്ലകളിലും അതാത് ജില്ലാ കളക്ടർമാരാണ് ഈ മെഡിക്കെയർ ഫാർമസികളുടെ അല്ലെങ്കിൽ മെഡിക്കെയർ പദ്ധതികളുടെ ചെയർമാനായിട്ട് ഉള്ളത്. പാലക്കാട് ജില്ലയിൽ 7 മെഡിക്കെയർ ഫാർമസികളുണ്ട്. ഈ 7 മെഡിക്കെയർ ഫാർമസികളിലും ഓരോ മരുന്നിനും ഓരോ വിലയാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ ഉള്ളത് 2 മെഡിക്കെയർ ഫാർമസികളാണ്. ഒന്നുള്ളത് ഈ കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ, മറ്റൊന്നുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ. ആ 2 മെഡിക്കെയർ ഫാർമസികൾ തന്നെ ഒരു മരുന്നിന് ഒരേ ദിവസം വാങ്ങുമ്പോൾ 2 വില ഈടാക്കുന്നു. നെബുലൈസർ മാസ്കിന് കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ 100 രൂപ ഈടാക്കുമ്പോൾ അതേ മാസ്കിന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഈടാക്കുന്നത് 120 രൂപയാണ്. ഇനി ഇതേ നെബുലൈസർ മാസ്ക് ചിറ്റൂർ ആശുപത്രിയിലേക്ക് എത്തി മെഡിക്കെയർ ഫാർമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ 149 രൂപ നൽകണം. അതായത് ഒരേ സാധനത്തിന് തന്നെ അല്ലെങ്കിൽ ഒരേ മരുന്നിന് തന്നെ 20ഉം 50ഉം രൂപയും 100 രൂപയും എല്ലാം വില വ്യത്യാസത്തിലാണ് ലഭിക്കുന്നത്. ഈ നെബുലൈസർ മാസ്കിന്റെ കാര്യം മാത്രമല്ല, ഓക്സിജൻ മാസ്ക് അതല്ലെങ്കിൽ പാരസെറ്റമോൾ എല്ലാം വാങ്ങുമ്പോൾ വലിയ രീതിയിൽ വില വ്യത്യാസം ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബില്ലുകളും നമുക്ക് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. ഒരു ഏകീകൃത സംവിധാനം ഇതിനെല്ലാം വേണമെന്നുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അതായത് മരുന്നുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മരുന്നുകൾ വിൽപ്പന നടത്തുമ്പോഴും ഏകീകൃതമായി വില നിശ്ചയിക്കണമെന്നുള്ള അല്ലെങ്കിൽ ഏകീകൃതമായി കാര്യങ്ങൾ നടപ്പാക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പല ആളുകളും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. തോന്നുംപടിയാണ് ഈ മെഡിക്കെയർ ഫാർമസികളിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി ഈ ഫാർമസി ജീവനക്കാർ നടത്തുന്ന നീക്കമാണ് ഇത്തരത്തിൽ വില വ്യത്യാസങ്ങൾ വരുന്നതിന് കാരണമാകുന്നതെന്നാണ് ഇപ്പോൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഏകീകൃതമായി ഈ വില നിശ്ചയിച്ചുകൊണ്ട് സഹായിക്കണമെന്നാണ് രോഗികളും പറയുന്നത്. വലിയ രീതിയിൽ രോഗികൾ ഈ കാര്യം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. പല ആശുപത്രികളിലുള്ള മെഡിക്കെയർ ഫാർമസികളിൽ എത്തുമ്പോൾ പല രീതിയിലുള്ള വില ഈടാക്കുന്നു. അട്ടപ്പാടി ഒരേ മരുന്നിന് അല്ലെങ്കിൽ ഒരേ പ്രോഡക്റ്റിനാണ് ഈ രീതിയിൽ പല ഫാർമസികളിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ വ്യത്യസ്ത വില ഈടാക്കുന്നു. നെബുലൈസർ മാസ്കിന് പല വിലയാണ് 3 ഇടങ്ങളിൽ, പാലക്കാട്ട് മാത്രം. അതൊന്ന് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയാണ്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം വെക്കുകയുമാണ്. താങ്ക് യു ഇക്ബാൽ അറക്കൽ.